ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വർക്ക്സ് ബൈ രേവതി. അപ്പോൾ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ക്യാരറ്റ് ഹൽവ റെസിപ്പി ആയാലും എന്ന്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ക്യാരറ്റ്, പഞ്ചസാര, കാഷ്യൂനട്ട്, ആ നട്ട്സിന് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ബദാം, പിസ്ത, നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്തും യൂസ് ചെയ്യാം. കൂടെ തന്നെ ആവശ്യമുള്ളത് ഏലക്ക, അതുപോലെ തന്നെ നെയ്യ്, ഇത്രയും സാധനങ്ങളാണ്. പിന്നെ പാലും കൂടെ വേണം കേട്ടോ, മറക്കരുത്. ഞാനത് കാണിക്കാൻ മറന്നു പോയതാണ് വീഡിയോയിൽ. സോ ആദ്യം തന്നെ അടുപ്പിൽ പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്കിനും 2-3 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കുക. നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് കോരിമാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ആവശ്യമാണെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കിനും അതിലത്തേക്ക് 1 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ആ ഒരു കാടമനം കൂടെ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ഇളക്കുക കേട്ടോ. നല്ലതുപോലെ ആ ഒരു പാല് ആ ക്യാരറ്റ് വലിച്ചെടുത്ത് ഫുൾ അബ്സോർബ് ചെയ്ത് അത് ആ പാലിൽ കിടന്ന് ക്യാരറ്റ് നല്ലതുപോലെ കുക്കായി അതുപോലെ ആ ഷുഗർ ഒന്ന് കാരമലൈസായി വരുന്നത് വരേക്കും നമ്മൾ നല്ലതുപോലെ അടിയിൽ പറ്റാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അത്യാവശ്യം ഒന്ന് കുക്കായി വരുന്ന ആ ഒരു പാലൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കിനും ആഡ് ചെയ്ത് കൊടുക്കേണ്ട നട്ട്സും കൂടെ ആഡ് ചെയ്ത് ഇളക്കുക. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ചടാ, നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഗൈസ്.